ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിനായിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ നമ്മുടെ പുതിയ മാൻഷൻ നിന്നാണ്. അപ്പോൾ ഈ മാൻഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ പുതിയതായിട്ട് മേടിച്ച ഫ്രാങ്ക്ലിൻ്റെ അടിപൊളി ഒരു മാൻഷനാണ്. ഇത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാൻഷൻ തന്നെയാണ് ഗൈസ് നമ്മുടെ സിറ്റിയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഓഫ് റോഡ് റൈഡാണ്. അടിപൊളി ഒരു ഓഫ് റോഡ് റൈഡാണ്. അപ്പോൾ കുറേ ഓഫ് റോഡ് വണ്ടികൾ ഞാൻ മുറ്റത്തുണ്ട് വണ്ടി, ഞാൻ അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്താണ്, എന്തായാലും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് വീഡിയോ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ പുഷപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവം, ഇതെന്താണ് ഇതും പിടിച്ചാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യേണ്ട, നമുക്ക് നേരെ പോയി വണ്ടി ജസ്റ്റ് പോയി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പുറത്തോട്ട് പോകാം. കുറച്ച് അടിപൊളി വണ്ടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ആദ്യം പോയി ഡ്രസ്സ് മാറാം. ഇതാരാണ്? ഓക്കെ, നമുക്ക് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്, നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് പോകാം ഗൈസ്. ഒട്ടും വൈപ്പിക്കേണ്ട, നമുക്കൊരു അടിപൊളി ഓഫ് റോഡ് ട്രിപ്പ് പോകാം. ഓഫ് റോഡ് ട്രിപ്പല്ല, നമ്മൾ സാധാരണ ചില്ലിയാടൊക്കെയാണ് പോകാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ചില്ലിയാടല്ല പോകുന്നത്, നമ്മൾ വേറൊരു ഓഫ് റോഡ് ട്രയലിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് 3 വണ്ടി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, അല്ലെങ്കിൽ വേറൊരു അടിപൊളി വണ്ടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. എനിക്ക് തോന്നുന്നു ഇത് എടുക്കണതായിരിക്കും ഇത്തിരി കൂടി നല്ലത്. ഇതാണെങ്കിൽ കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ഒരു ഫോർച്യൂണറാണ്. ഇത് പുതിയ മോഡൽ ഫോർച്യൂണർ കംപ്ലീറ്റ്ലി ഓഫ് റോഡ് ആക്കിയേക്കുന്ന വണ്ടിയാണ്. ഇതും വെച്ച് നമ്മൾ ചില്ലിയാടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പുതിയ ലൈറ്റും പുതിയ വിഞ്ചൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളി വണ്ടിയാണിത്. ഇതിപ്പോൾ നമ്മുടെ വേറെ 3 വണ്ടികൾ കിടക്കുന്നത്. ഇത് നമ്മുടെ മാത്രമല്ല, നമ്മുടെ ലെസ്റ്ററിൻ്റെയും മൈക്കിളിൻ്റെയും ട്രെവറിൻ്റെ ഒക്കെ കൂടിയുള്ള വണ്ടിയാണ്. നമ്മുടെ ലാംബോ ഉണ്ട് ഇവിടെ, പിന്നെ നമ്മുടെ ഡ്യൂക്ക് ഇവിടെ, സൂപ്പർ ഡ്യൂക്ക് ഇവിടെ പൊളിച്ചിരിക്കുന്നുണ്ട്. ഇതൊരു ബ്ലാക്ക് ആക്കണമെന്നുണ്ട്, ഇപ്പോൾ സമയമില്ല. അത് നമുക്ക് ഈ വണ്ടി ഒന്നും എടുക്കേണ്ട ഗൈസ്. നമ്മൾ ഈ വണ്ടീനേക്കാളൊക്കെ നല്ലത് നമ്മുടെ ഫോർച്യൂണറാണ്. അത് നമുക്ക് നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് നമുക്ക് സ്ഥലത്തോട്ട് പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഫോർച്യൂണർ കയറിയിട്ടുണ്ട്. സെറ്റ് വണ്ടിയാണ് ഗൈസ്, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെയാണ്. കണ്ടോ, അടിപൊളി സെറ്റപ്പാണ്. ലൈറ്റൊക്കെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈപ്പിക്കേണ്ട ഗൈസ്. നമുക്ക് നേരെ നമ്മുടെ ആ സ്ഥലത്തോട്ട് പോയേക്കാം. നമ്മുടെ ചില്ലിയാടിൻ്റെ അടുത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞ ലൊക്കേഷൻ. അപ്പോൾ അവിടെ പോയി നമുക്ക് എന്തായാലും ഓഫ് റോഡ് ട്രിപ്പല്ല ഗൈസ്, ഇതൊരു ഓഫ് റോഡ് ട്രയലാണ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ വണ്ടി അത്യാവശ്യം നല്ല പവർഫുള്ളാണ്, അപ്പോൾ ഓടിക്കാൻ ഇത്തിരി ടാസ്ക്കാണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈക്കാൻ നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഡാമിൻ്റെ അടുത്താണെന്നാണ് നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പം തന്നെ അവിടെ എത്തുന്നത്. ഇത് തന്നെ ഇപ്പോൾ അത്യാവശ്യം ഓഫ് റോഡാണ്. വണ്ടി അടിപൊളിയായിട്ടൊക്കെ ഇപ്പോൾ തന്നെ പോകുന്നുണ്ട്. ഓക്കെ, എനിക്ക് വേണം അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ. എന്തായാലും നമുക്ക് പോയി നോക്കാം ഗൈസ്, എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണമെന്നാണ് ലെസ്റ്റർ പറഞ്ഞ പോലെ. ഓക്കെ ഗൈസ്, അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. എനിക്ക് വേണം അവിടെയാണ് സ്ഥലം തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് നേരെ എന്തായാലും പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് പറഞ്ഞേക്കുന്നത്. ഇവിടെ കുറേ ഓഫ് റോഡ് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവരൊക്കെ പിന്മാറി കിടക്കുവാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നേരെ എന്തായാലും അതോട്ട് പോകാം. വണ്ടി എന്തായാലും ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടിക്ക് എത്ര ഡാമേജ് വന്നൊന്നും കൂടി നോക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ വണ്ടി കാണാൻ ഫുൾ ഫ്രഷാണ്, ഒരു ഡാമേജും ഇല്ല, ഒരു പ്രശ്നമില്ല. കംപ്ലീറ്റ്ലി സ്റ്റോക്കല്ല, കംപ്ലീറ്റ്ലി മോഡിഫൈഡ് ആണ്. പക്ഷേ എല്ലാം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ തുടങ്ങാം ഗൈസ്. ഗൈസ്, നമ്മളിതേ വിടുവാണ്. പതുക്കെ ഇങ്ങോട്ട് പോവാം. സൂക്ഷിച്ച് പോയാലും നമ്മൾ താഴോട്ട് ഒറ്റ പോക്കില്ല, ഫുൾ വണ്ടി ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് വണ്ടി ഇവിടെ നിന്നൊരു ഇറക്കമാണ്. നമുക്ക് പതുക്കെ എടുക്കാം. പതുക്കെ എടുത്തില്ലെങ്കിൽ നമ്മുടെ വണ്ടി പോവും, അതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ പതുക്കെ ഓക്കെ, വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഈ ട്രാക്ക് എടുക്കാം. ഓക്കെ, ഈ വണ്ടി ടയർ അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ സുഖമായിട്ട് ഇങ്ങോട്ട് കയറി പോവാം ഗൈസ്. വലിയ ടാസ്ക്കൊന്നുമില്ല. ഓക്കെ, അത് അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. വണ്ടി സെറ്റാണ്. ഓക്കെ, ഇത് ഇത്തിരി ടാസ്ക് ആയിരിക്കും കേട്ടോ. ഓക്കെ, എൻ്റെ ടയറൊക്കെ തേഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, വലിയ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയോ ചാടി കടന്നിട്ടുണ്ട് ഇവിടേക്ക്. ഓക്കെ, ഇനി നമ്മളിതേ ഇത് മുങ്ങില്ലായിരിക്കും. ഇത് വലിയ സീനില്ല. ഓക്കെ, പോ. ഓക്കെ, ഒത്തിരി ടാസ്ക്കാണ്, എന്നാലും എങ്ങനെയൊക്കെയോ കയറി പോകുന്നു. ഇപ്പോൾ ഫോർച്യൂണർ അറിയാമല്ലോ, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ അത് സിമ്പിളായിട്ട് അങ്ങോട്ട് കയറി പോയിക്കോളും. ഓക്കെ, പോ. എങ്ങനെയോ പോയി. ടയർ ഊരി പോകേണ്ടതായിരുന്നു, എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഓക്കെ, എനിക്ക് വേണം ഇനി മുകളിലോട്ട് കയറണമെന്ന് തോന്നുന്നു. മുകളിലോട്ട് നൈസായിട്ട് കയറാം ഗൈസ്. ഓക്കെ, അത് വലിയ ടാസ്കിലായിരുന്നു. ഓക്കെ, ഇവിടെ എങ്ങനെയോ എത്തി നമുക്ക്. ഫുള്ള് വട്ടം കറങ്ങല്ലേ ഫ്രാങ്ക്ലിനെ. പതുക്കെ പോ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് റേസ് ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം കുറച്ച് ഡാമേജൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. വെള്ളം ബാക്കിലെ ലൈറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട്. ലൈറ്റൊന്നും വർക്ക് ചെയ്യാനുള്ള എൻ്റെ മോനെ. ഓക്കെ, ലൈറ്റൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഫ്രണ്ടിലെ ലൈറ്റൊക്കെ വർക്ക് ചെയ്യണം, ബാക്കിലെ ലൈറ്റൊക്കെ പോയി. എന്താ പ്രശ്നം മനസ്സിലായില്ല. പക്ഷേ ബാക്കിലെ ലൈറ്റൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ നേരെ തന്നെ പോവാം. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ഗൈസ്. ഇവിടെ ഇത്തിരി ടാസ്ക് ആണല്ലോ. ഇടിച്ചില്ല. ഓക്കെ, ബാക്കിൽ കൂടെ കയറി, എന്നാലും വലിയ കുഴപ്പമില്ല.
ഓക്കെ ഇത് നമ്മൾ ഇറങ്ങുവാണ് നൈസായിട്ട്. ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ഒരു വണ്ടിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നേരത്തെ ഇടിച്ചു പൊളിഞ്ഞ വണ്ടിയാണെന്ന് തോന്നുന്നു. ഓക്കെ നമുക്ക് ഇതങ്ങോട്ട് കയറാം. ഓക്കെ ഓക്കെ അത് വലിയ കുഴപ്പമില്ലായിരുന്നു. ഇതാരാണ് ഇപ്പം ഉണ്ടായതാണല്ലോ അവനവിടെ. ഇവരിപ്പം ഉണ്ടായതാണ് ഗൈസ്. ഞാൻ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് വണ്ടി പകുതിയോളം മുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വണ്ടി നൈസായിട്ട് കയറി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അത് പൊളിച്ചു. ഓക്കെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓഫ് റോഡ് വണ്ടി ഇതിൽ കാണണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് ഏതാ വഴി ഇപ്പോൾ. ഓക്കെ ഇത് മുകളിലോട്ടാണെന്നോ? ഓക്കെ മുകളിലോട്ടാണ്. ഇത് കയറുമോ? കയറുന്നുണ്ട്, വലിയ സീനൊന്നുമില്ല. നന്നായിട്ട് ബേൺ ഔട്ട് ആവുന്നുണ്ട് കേട്ടോ ഗൈസ് വണ്ടി. കയറും ടയറൊക്കെ ഒന്ന് മാറേണ്ടി വരും താഴെ ചുമയ്ക്കും. ഓക്കെ ഇത് കുഴപ്പമില്ല. ഓക്കെ ഇങ്ങോട്ട് കയറാം. ഓക്കെ നമുക്ക് എല്ലാ വണ്ടിയും കൊണ്ടുവരായിരുന്നു ആക്ച്വലി. നമുക്ക് എല്ലാ വണ്ടിയുടെ ഓഫ് റോഡൊന്നും നോക്കായിരുന്നു. പക്ഷേ അത് നമുക്ക് മോൻ ഇടിച്ച്. ലൈറ്റൊക്കെ വർക്കിംഗ് ആണോ? ലൈറ്റൊക്കെ വർക്കിംഗ് ആണ്, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ സൂക്ഷിച്ച് നോക്കി നടക്കണോ ഇവിടെ. ഓക്കെ ഇവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ കൊണ്ടുപോകാനുള്ള വണ്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഗൈസ് ഇവിടെ സ്പീഡ് ലിമിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് 60. അപ്പോൾ നമുക്ക് ഇത്തിരി സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റില്ല. നമുക്ക് ഇത്തിരി സ്പീഡിൽ വരാം ഗൈസ്. എൻ്റെ മോനെ മാറിക്കടോ, ഇയാൾ കളഞ്ഞേനെ ആ മൊമെൻറ്റം. ഇപ്പോൾ പോയാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ ഫുള്ള് അങ്ങനെ മുങ്ങിപ്പോയേനെ ഗൈസ്. നമ്മൾ ഓൾമോസ്റ്റ് എന്തോ ഭാഗത്ത് രക്ഷപ്പെട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ നമ്മൾ പതുക്കെ പോയെങ്കിൽ നമ്മുടെ വണ്ടി ഉറപ്പായിട്ടും നമ്മുടെ വണ്ടി മുങ്ങിപ്പോയേനെ. ഇപ്പോൾ എന്തായാലും മുങ്ങിപ്പോയിട്ടില്ല. ഓക്കെ ഇത് ഇന്നിവിടെ ഇറങ്ങണം. ഓക്കെ നൈസായിട്ട് ഇറങ്ങണം ഗൈസ്. ഓക്കെ എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കഴിയാറായി തോന്നുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മൾ തീരാറായിട്ടുണ്ട് നമ്മുടെ റേസ് അല്ല, ഇതൊരു ഓഫ് റോഡ് ട്രയലാണ്. ഓക്കെ അത് അവിടെയാണ് നമ്മൾ കയറേണ്ട സ്ഥലം. ഓക്കെ നൈസായിട്ട് കയറാൻ പറ്റും നോക്കട്ടെ കേട്ടോ ഗൈസ്. ഓക്കെ ഇത് വലിയ സീനില്ല നമുക്ക്. ഓക്കെ ഓക്കെ ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട്, വലിയ വിഷയമൊന്നുമില്ല. ഓക്കെ അതൊക്കെ നമ്മൾ പതുക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. വണ്ടി ഓക്കെയാണ് ഫുള്ള്. ഫ്രാങ്ക്ലിൻ വരെ ചില്ലൊക്കെ തുറന്നിട്ടുണ്ട്, സെറ്റായിട്ടാണ് അകത്ത് ഇരിക്കുന്ന ആൾ. നമുക്ക് നേരെ ഇനി മുകളിലോട്ട് പോകാം. മുകളിലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ലാസ്റ്റ് സ്ഥലം. അതായത് വൈറ്റ് കളർ സാധനം അവിടെ കാണുന്നത്. ഓക്കെ അതെ ട്രീ ആയിരുന്നു. ഓക്കെ 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 ഇവിടെ പതുക്കെ പോവാം ഗൈസ്. ഓക്കെ അത് വലിയ സീനില്ല, നമ്മൾ സുഖമായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. നല്ല പവറാണ് കേട്ടോ വണ്ടിക്ക്, പവറൊന്നും രക്ഷയില്ല. ഇത് ചാട്ടമാണോ? ഓക്കെ വലിയ ചാട്ടമൊന്നുമല്ല. അത് നമ്മൾ ഓൾമോസ്റ്റ് തീരാറായി തോന്നുന്നു കേട്ടോ. റേസ് കഴിയാറായിട്ടുണ്ട്. അവിടെ നിന്ന് ഓക്കെ ഫിനിഷ് ലൈനായി. എൻ്റെ അമ്മ തിരിച്ചു പോകാന്ന് പറഞ്ഞ ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഓക്കെ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ട്രയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി ഓഫ് റോഡ് ട്രയലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഓക്കെ ഇവിടെ ഒരു വഴി കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ചാടിക്കാം. ബെസ്റ്റ്. ഓക്കെ അതെന്തായാലും വിചാരിച്ച പോലെ നടന്നില്ല. എൻ്റെ മോനെ അയാളവിടെ ഹണ്ടിങ് ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അയാളുടെ പുറത്ത് തന്നെ നമ്മൾ ഇടിച്ച് വീണത്. അപ്പോൾ നമ്മൾ ചെറിയൊരു ഓഫ് റോഡ് ട്രയലാണ് ഗൈസ് നമ്മളിന്ന് ചെയ്തത്. ആരോ വെടിവെച്ചത്? ആരും വെടിവെച്ചില്ല ഗൈസ്. ഫ്രാങ്ക്ലിനെ വെടിവെക്കാറായ എവിടെടാ? ഇപ്പം ശരിയാക്കി തരാം, അവൻ സ്നൈപ്പറില്ലേ. കറക്റ്റ് തലക്കിട്ടാണ് കൊണ്ടത്, ഒന്നും മാറിപ്പോയിട്ടില്ല. കറക്റ്റ് തലക്കിട്ട് കൊണ്ടുണ്ട്. ആ തോക്ക് എടുത്തേക്കാം. ഇനിയിപ്പോൾ അവന് ആ തോക്കിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ ഗൈസ് നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടിയൊക്കെ ഈ വണ്ടി ഇങ്ങോട്ട് കയറി വിടാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.